എന്റെ കൈ കാലും പറിച്ചിട്ട് വയ്യടാ. അയ്യോ എടാ ഷുക്കൂറെ ഓടിവാ, ഒരു സോഡ താരങ്ങളോട് ഇവിടെ അക്കയ്ക്ക് ബേപ്പി കൂടിയെന്ന്. ആണോ? അങ്ങനെയാണെങ്കിൽ നാളെ എനിക്കൊരു ലീവ് വരാൻ പറ്റുമോ? അക്കറിയാലോ, വെറുതെ ഇരുന്ന് തിന്നാനുള്ള ഒറ്റ ആഗ്രഹം കൊണ്ട് ഞാൻ അക്കന്റെ ഗ്യാങ്ങിൽ വന്നത്. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല പോലീസ്. നമ്മൾ ജയിലിൽ കയറിയല്ലേ, അവിടെ ചപ്പാത്തി പരത്തണം, ചിക്കൻ കറി വയ്ക്കണം, ഇതെല്ലാം ചെയ്ത് നടുകൂടി. പ്ലീസ് അക്ക, അക്കം കരയരുത്, അക്കം കരയരുത്, എന്റെ ഹൃദയം പിടക്കി. നാളത്തേക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് അക്കം പറയുന്നത്? പുതുപ്പിനോട് നാളെ രാവിലെ 8 മണിക്ക് വരാൻ പറയണം. പറഞ്ഞേക്കാം. ഞാൻ കുടിച്ചോളാം. ചോക്കോബാറല്ലേ ഇത്, വാളംപുളിയാ. അക്കക്ക് വിശക്കൂലേ? തേക്ക് അങ്ങോട്ട് നോക്കിയ സൂര്യനെ കണ്ട നെയ്റോസ്റ്റ് ചമ്മന്തി ഒഴിച്ചോല്ല. ഞാൻ ഇവിടെ എത്താറായി. കഴിച്ചോന്നോ? എന്ത് കഴിച്ചോന്ന്? നമ്മുടെ വയറ്റിലുള്ളതൊന്നും പുറത്തോട്ട് പോയിട്ടില്ല, അപ്പോഴകത്തോട്ട്. നീ ഒന്ന് ഫോൺ ചെയ്യ്. എന്റെ പൊന്നു മോനെ, കൊച്ചിന്ന് ബസ്സിൽ കയറും മുമ്പ് പള്ളം നിറയ്ക്കാൻ ഒരു ഹോട്ടലിൽ കയറിയതാ. രമേശാണോ സതീഷാണോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അവന്മാർ 2-3 ദിവസമായിട്ട് ഉറങ്ങിയിട്ടുമില്ല, എന്നെയോട്ട് ഉറക്കിയിട്ടുമില്ല. വന്ന വഴി വണ്ടി നിർത്തിയപ്പോഴേ ഒരു വാട്ടച്ചായം കൂടി കുടിച്ചു. അതോടെ പൂർത്തിയായി. എൻ്റെ കട്ടപ്പ വരെ ഇളകിപ്പോയി. ഒന്ന് മാറി. ഇയാൾ എന്താ എന്റെ പൊന്നു ചേട്ടാ, തിരുന്ന് പിടിപ്പിക്കില്ല, സ്റ്റോപ്പിൽ നിർത്തട്ടെ. എടാ കൈമാറ്റട്ടെ ചക്ക, നിന്റെ സ്റ്റോപ്പ് എത്തുമ്പോ എന്റെ സ്റ്റോപ്പ് തെറ്റും. കൈമാറ്റിക്കും. ഈ മനുഷ്യൻ ഈ ഡോറൊന്ന് തുറക്കടാ ചക്ക. ആദ്യം തുറന്നു കൊടുക്കുക, അല്ലെങ്കിൽ ഇയാൾ ഇതിനോട് തല്ലിപ്പൊളിക്കും. സ്കൂളൊക്കെ തുറക്കാറായി, സ്കൂളിൽ പോകണ്ടേ? പ്രഭാകരേട്ടാ, പേപ്പറിന്റെ പൈസ 10 രൂപ. ഇതിവിടെ അടുത്ത മോനെ, നമുക്കറിയാം. ശരി, കേറിക്കോ. നാട്ടുകാരി കൈവെക്കാതെ ഇന്ന് വരെ വണ്ടി മുന്നോട്ട് പോയിട്ടില്ല. ഇന്നെങ്കിലും നീ എന്റെ പ്രാർത്ഥനകൾ, നീ എന്റെ മാനസിക വന്നിട്ട് കാണാം. മോനെ, ഇതാ സർവീസ് റോഡ്. എത്രയാണ്? 40 രൂപ.
ചേട്ടാ 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 ഞാൻ എറണാകുളത്ത് നിന്നാണ്. സെക്കൻഡ് ഫ്ലോർ. ഓക്കെ ശരി. ആ താങ്ക് യു. എടാ ബാബു, നിന്നെ കൊണ്ടുവന്നാണ് പോയില്ലേ, പിന്നെന്തിനാ അവിടെ ഇരിക്കുന്ന? പോ പോ പോ. ആ ബാബ, ആ രണ്ടിന്റെ ആൾ എത്തിയിട്ടുണ്ട്. നീ ആ ഡീൽ നമ്പർ കൊടുത്തേക്ക്. ഓ അകത്തേക്ക് വല്ലതും പോയാലേ പുറത്തേക്ക് ഉണ്ടാവും മച്ചാനെ. പുറത്തേക്ക് പോകാൻ മാത്രമേ ഉള്ളടാ. എല്ലാം കാര്യമൊക്കെയല്ലോ മച്ചാനെ. എന്താടാ കാലത്ത് കിട്ടൊന്നും വിട്ടില്ലേ? ഇന്നലെ അടിച്ച് പടയപ്പോഴാണ് തോന്നണേ. എല്ലാം രണ്ടായിട്ടാ കാണണേ. എന്നാ രണ്ടിൻ്റെ ഇടപാട് ഒന്ന് ചാടിയിട്ടുണ്ട്. വല്ല ചൊറക്കേസും ആണോ? അലീഖാന്റെ അടുത്ത് കല്ലായിലെ കുണ്ടംബാബു വഴിയൊന്ന് ഇൻഫർമേഷനാണ്. എവിടെന്നാടാ? കൊച്ചിന്നാ. ആരാടാ? അത് ബാബയുടെ. എപ്പോഴാ? അതറിയില്ല. ആളിപ്പം നടക്കാവില്ല. സ്വാമീസ് ലോഡ്ജിലുണ്ട്. റൂം നമ്പർ 202. നിന്റെ ഫോണും കൊണ്ടുതാ. ഒരു മിനിറ്റ്. ദാ. ഇതില് അമ്മ എന്നൊരു നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ മതി, ബാക്കിയൊക്കെ അവർ പറഞ്ഞു തരും. ശരി. വാട്സാപ്പിൽ വിളിച്ചാൽ മതി. ഓ നീ ഇപ്പൊ എവിടെയാ? ആ മാഡം, ഞാനിപ്പോൾ ലോഡ്ജിലുണ്ട്. നീ അവിടെ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. ഇറങ്ങുമ്പോ വാട്സപ്പ് നമ്പറിലേക്ക് വിളിക്ക്. ബാക്കി കാര്യങ്ങൾ അപ്പൊ പറയാം. ഓക്കെ? ചേട്ടാ ചേട്ടാ
എത്രയുണ്ട്? 30 രൂപ. ശരി. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി എടുത്തപ്പോഴേക്കും വന്നില്ല. നിങ്ങൾക്ക് ദോഷകരമാണ്. ഞാനിപ്പോ കത്തിക്കണില്ല. തീർന്നില്ല പണി. ഓട്ടം പോവോ? ഓ കേറിക്കോ. രാവിലെ എന്നെ മരണമുള്ള കേൾക്കണേ. സഹോ നാം നടന്നു പോയിക്കോളാം. എന്താ നീ രാവിലെ ആളെ കളിക്കാണോ? ആണല്ലോ രാവിലെ കയറിക്കൊണ്ടും കല്യാണം മനുഷ്യനും മനക്കെടുത്താനൊക്കെ വന്നോളും നാശകള്. എന്താടി ചെയ്താ മുറി? ഹലോ ഇക്ക, ഗ്യാസ് തീർന്നിട്ട് എത്ര ദിവസമായി? എന്തെങ്കിലും കിട്ടുമോ? ആ പിന്നെ കറണ്ട് ബില്ലിന്റെ കാര്യം മറക്കണ്ട. ഇന്ന് അടച്ചില്ലെങ്കിലേ നാളെ ഇരുട്ടത്ത് കിടക്കേണ്ടി വരും. മുതലക്കുളത്തേക്ക് ഓട്ടം കിട്ടുമ്പോ അടച്ചോളാ. നീ ഒരു ഓട്ടോ പിടിച്ച് മുതലക്കുളം ബസ് സ്റ്റോപ്പിലേക്ക് വാ. ഞങ്ങൾ അവിടെ വന്നിട്ട് വിളിക്കാം. കോഡ് മറക്കണ്ട. 2C. ശരി. ഓക്കേ. മാഡം അവിടെ അടയാളം എന്തെങ്കിലും? രാവിലെ തന്നെ ഇത് തലണമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു 2 പൊറോട്ട കൂടുതൽ കഴിക്കായിരുന്നു. നാലെണ്ണം കട്ട് നിന്നാ. ചേട്ടാ പോവോ? എന്തേ പോണ്ടേ? പോണം. മുതലക്കുളം. മുതലക്കുളത്തേക്കാ നിങ്ങളെ കാത്തിരിക്കുന്നു. കേറ്. 2C. ഓ 2C AC ഒന്നുമില്ല. വണ്ടി ഓടുമ്പോ നല്ല കോഴിക്കോട് കാറ്റ് കിട്ടും. അതിനിടയിൽ കോർപ്പറേഷൻ വണ്ടി ഒന്നും പോയില്ലെങ്കിൽ നല്ല കോഴിക്കോട് ഹലുവയുടെ മണവും കിട്ടും. കേറിക്കോ കേറിക്കോ. കേറിയാ? ഇല്ലേട്ടാ ഒരു മിനിറ്റ്. പോകട്ടെ. മുതലക്കുളത്ത് എവിടെയാണ് പോകേണ്ടത്? ഞാനതിന് കറണ്ട് ഓഫീസ് വരെ ഉണ്ട്. അത് ഈ കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, വെള്ളത്തിന്റെ ബില്ല്, പിന്നെ ടാക്സ് ഒക്കെ കിടക്കണ ആ ഓഫീസ്, ഇതിലേതാ? അതൊന്നും അല്ല ഏട്ടാ, എനിക്ക് അവിടെ ഒരാളെ കാണാനാണ്. ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് നിർത്തിയാൽ മതി. അപ്പൊ കോപ്പറേറ്റീവ് കോളേജിന് മുമ്പിൽ ഇറക്കാം. അതാവുമ്പോ കുറച്ച് മൊഞ്ചത്തുകളൊക്കെ കാണാനല്ല. നീ ഇവിടെ ആദ്യമായിട്ടാണ്? അതേട്ടാ. അതാണ്. കള്ളനെന്ന് വിളിച്ചില്ലേ, താൻ കള്ളനെന്ന് വിളിച്ചില്ലേ. എവിടെ ചെന്നാലും കട്ടുകൊണ്ട് പോയതിന്റെ കള്ളന്മാരുടെ കാര്യം മാത്രം പറയാൻ മതി. മോനെ ഇവിടെ നിർത്തിയാ. ഇതാണ് മുതലക്കുളത്തിന്റെ ഒരു ഇത്. മതി. എത്രയാ? 40 രൂപ. അയ്യോ മോനെ ചേഞ്ചിലില്ല, കൈയിട്ടപ്പോ കിട്ടിയുള്ളൂ. വേറെ ചേഞ്ച് ഇല്ലല്ലോ. എന്നാ ചേട്ടനത് വെച്ചോ, പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ തന്നാ മതി. ഓ ശരി. നമോ ഭാഗം. പോട്ടെ. ഫോട്ടോടൊക്കെ പോക്ക് കണ്ട ബംഗാളി പാട്ടോടെ ടൈമിങ്ങളല്ലേ. അയ്യോ എന്ത് ശബ്ദം കേട്ട്. പുതുപ്പേട്ട ഒന്നും ഒതുങ്ങി, ഞാൻ ഓടി കയറട്ടെ. വണ്ടി നീ ഓടിക്കോ. ഈ പാട്ട് വണ്ടിയാ ഞാൻ ഓടിക്കാനാ. എന്റെ പട്ടി ഓടിക്കും. ഞാനേ തൂങ്ങിക്കിടന്നു വന്നോളാം. പട്ടി ഒന്ന് വണ്ടിക്കാട്ട് തൂങ്ങാൻ സ്ഥലം ഡിക്കോർക്കോ. മടക്കി ഓടണേ ബൈ. എന്തൊരു പതാലേ. ചേട്ടാ ഇതിലേതെങ്കിലും നോക്കിയോ? തീർച്ചയായിട്ടും. മധുമൊഴികാതെ ഒരു പണിക്കും പോകാത്ത മലയാളിക്ക് വേണ്ടി പണി. ഇപ്പോഴും ബസ്സുള്ളതാ വരും.
ചേട്ടാ ആ ഡോർ തുറന്നു. ടൈമിങ്ങളല്ലേ മര്യാദക്ക് വിളി. അവിടെ, ഇവിടെ. ഇവിടാണോ? നീ ഇപ്പൊ വാക്കപ്പണിക്കും സെപ്റ്റി ടാങ്കിന്റെ പണിക്കൊന്നും പോണില്ലേ? 2 ദിവസം ആയിട്ടില്ല. ഈ ബേലെ കണ്ടില്ല, എങ്ങനെ പോവാണ്? വെയിലും മഴയൊന്നും നോക്കണ്ടാ, നീ പണിക്ക് വെക്കോ, അല്ലെങ്കിൽ ഞങ്ങള് പട്ടിണിയാവും. മലയാളിയുടെ ഒരു ഗതികേട് ബംഗാളിയുടെ പണിക്ക് വിട്ടിട്ട് മലയാളിക്ക് ഈ കഴിയും. പൊടാ പട്ടി. അതൊക്കെ വെറുപ്പാണ്. ടൈമിങ് ജബ്ബാറെ, അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറെ നേരായി. ഇതുവരെ ഫോൺ എടുക്കുന്നല്ലോടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മുതലക്കുളം മൊത്തം ഒന്ന് അടിച്ചു പറിക്കാലോ. ഈ വണ്ടിയായിട്ടാ? എന്താണ് ഈ വണ്ടി കുഴപ്പം? എന്താണ് ഈ വണ്ടി കുഴപ്പം? എന്താ കുഴപ്പമില്ലാത്തത്? കിടക്കൊന്നും തള്ളണം. ഈ തള്ളല്ല കുഴപ്പം, തന്റെ ഭാഗത്തുള്ള നിർത്ത്. മുതലക്കുളം പോയാലും ആളിനെ നമുക്കറിയില്ലല്ലോ. അവൻ ഫോൺ എടുക്കാൻ നമ്മൾ അവിടെ ചെന്ന് കറങ്ങിയ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഇടയിലാണ് പോലീസും ഉണ്ട്. എന്നാ നമ്മളിൽ ആരെങ്കിലും ഒരാൾ പോയാലോ? അതിന് നിനക്ക് അവനെ അറിയോ? ഇല്ല, അക്കറിയാലോ. എനിക്കൊന്നും അറിയില്ല. ഒരൊറ്റൊരുത്തരാണ് ഇവരെ ചീത്തയാക്കണം. നിഷ്കളങ്ക ലുക്കുള്ളത് കൊണ്ട് പിന്നെ പോലീസ് സംശയിക്ക്. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. എവിടെ നിന്നാണ് നല്ല സാമ്പാറിന്റെ മണം അല്ലേടാ? കിട്ടിയാ? ഇല്ല. ഹലോ മോട്ടോ.